2018 സെലേറിയോ VXi സിംഗിൾ ഓണർ 39,000 കിലോമീറ്റർ. 2017 സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് 29,000 കിലോമീറ്റർ. 2018 WRV ഡീസല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ബാക്കിയുള്ള എല്ലാം വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ. 2013 എറ്റിയോസ് നിവ ഡീസലാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2011 ഇപ്പം ടെസ്റ്റിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വന്നേക്കുന്ന ഷോപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലക്ഷറി റൈഡ് യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 80 അല്ലെങ്കിൽ ഒരു 75 തൊട്ടൊക്കെ നോക്കാവുന്ന തരം വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നതും എടുക്കാൻ കൊള്ളാവുന്നതുമായ നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കും ലക്ഷറി കാർ എടുക്കാൻ താല്പര്യപ്പെടുന്ന BMW ഇത് കൊടുക്കാനുള്ള ഇടം അത്, പക്ഷെ ഇവിടെ കിടപ്പുണ്ട്. BMW അടക്കം കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം BMW കൊടുക്കാനാണെങ്കിൽ BMW നോക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാൻ കൊള്ളാവുന്ന വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മളിവിടെ ഇപ്പോൾ ഒരു 3-4 വട്ടം വന്നിട്ട് ഇപ്പം കിട്ടിയതേ ഉള്ളൂ ഈ വീഡിയോ. പുതിയ കടയാണ്. പുതിയ കട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ തുടങ്ങി എന്നുള്ളതല്ല, കുറച്ചായി. പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് ശ്രമിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള നല്ല നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് മുതലാളിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ബ്രോ നമസ്കാരം. നമസ്കാരം. നമ്മളെ ആദ്യത്തെ കടയാണ്. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ കയറി ഇറങ്ങിയിട്ടൊക്കെ എനിക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഷോപ്പിൻ്റെ വണ്ടികളുടെ ഒരു നിലവാരം? ഏത് രീതിയിലാണ് താങ്കൾ ഈ വണ്ടികളെ സമീപിക്കുന്നത്, അത് പറയും. നമ്മൾ മാക്സിമം ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി വണ്ടികളാണ് മാക്സിമം നമ്മൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത്. പിന്നെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളുണ്ടെങ്കിൽ അത് അങ്ങനെ പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. ചെറിയ തുകയ്ക്ക് വരുന്നത്. നമ്മൾ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ഏറ്റവും ലോ ബഡ്ജറ്റ് തൊട്ട് ഇത് ഹൈ ക്ലാസ് വണ്ടികളുണ്ട്. BMW ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയില് ഇപ്പൊ നിങ്ങൾ ഈ വന്ന് ബാർഗൈൻ ചെയ്യുന്ന ഒരു വില പറയരുത്. അതായത് ഒരു മാക്സിമം നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരു വിലയോട് അടുപ്പിച്ച പറയാം. അല്ല, നമ്മളും ഇവിടെ വരുന്ന കസ്റ്റമറിന് അറിയാം, നമ്മള് ചെറിയ നെഗോസിയേഷൻ ഇട്ടാ നമ്മള് ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിലും ഏകദേശം മാന്യമായ ഒരു വിലയായിരിക്കുമല്ലോ. അത്രേ ഉള്ളൂ. ഹോൾസ് പറഞ്ഞെങ്കിൽ മാന്യമായ വിലയായിരിക്കണം. കട്ടിക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വരൂല. നമ്മളെ വന്ന കസ്റ്റമറും അങ്ങനെയാ എല്ലാ കസ്റ്റമറും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഷോപ്പ് കറക്റ്റ് എവിടാന്നൊന്ന് പറഞ്ഞു. ഇത് നമ്മളെ ഇത് ആറ്റിങ്ങൽ എന്ന് വരുന്നെങ്കിൽ ആലങ്കോട് കഴിഞ്ഞിട്ട് ചാത്തമ്പ്ര കഴിഞ്ഞിരിക്കുന്നതും ഇവിടെ ഈ കല്ലമ്പലത്ത് എന്ന് പറഞ്ഞാൽ KTCT ഹോസ്പിറ്റലിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ചാത്തമ്പ്ര കറക്റ്റ്. ലക്ഷറി റൈഡ് യൂസ് കാർ. അപ്പൊ നമ്മള് ഇപ്പൊ ബൊലേറോ തൊട്ട് അങ്ങോട്ട് നോക്കാം. ഓക്കെ, 2013 ബൊലേറോ. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന. ഓട്ടം കിലോമീറ്റർ വന്നിട്ട് 87,000 കിലോമീറ്റർ. 87 ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ്. ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി ഉള്ള, കമ്പനിയുടെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഈ 87 വരെയും ഹിസ്റ്ററി ഉള്ളയാ? ഏതാ? ഈ 87,000 കിലോമീറ്റർ വരെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? അതെ, കമ്പനിയിൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, വണ്ടിക്കാകോ ഒക്കെ കൊള്ളാം. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. പെയിന്റ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. പുട്ടി വലുതായിട്ട് പുട്ടി കയറിയിട്ടുണ്ടോ? ഇല്ല. എത്ര ചോദ്യം എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനല് 4,10 കൊടുക്കാം. 4,10. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഏകദേശം പുത്തൻ ടയർ എന്ന് പറയാവുന്ന രീതിയിലുള്ള ടയേഴ്സ് കിടപ്പുണ്ട്. വലുതായിട്ട് വലിയ റീടച്ച് പരിപാടികൾ വന്നിട്ടില്ല. ഇത് റീപെയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള റീപ്ലേസ് ഒന്നുമില്ല. ഇതിപ്പോ ലോൺ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് 3 ലക്ഷം രൂപ ലോൺ കിട്ടും. അപ്പൊ ഒരു 50,000 രൂപ ഇറക്കാം. അതെ, 5 വർഷം ലോൺ. 80,000 രൂപ ഉണ്ടെങ്കിൽ 80. ഇത് അതായത് ഒരു 3.5 നല്ല കസ്റ്റമറിനും അല്ലെങ്കിൽ 80,000. ഓക്കെ, അങ്ങനെ. അതായത് നമ്മളെ ഈ ബാങ്കിന്റെ ട്രാൻസാക്ഷന്റെ പരിപാടിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അതെ. 2011 Alto LXi.
ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. 80 ഓടിയിട്ടുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. 2011 ഗ്ലാസ് ബോണറ്റ് എല്ലാം 2011 തന്നെ പേസ്റ്റിംഗ് ഉണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. പക്ഷെ ആ ഡ്രൈവർ സീറ്റിന്റെ ആ ഭാഗം വെച്ച് കുഴിഞ്ഞിരിക്കുന്നത് എന്താ? അത് അൾട്ടോയ്ക്ക് പൊതുവെ വരുന്നൊരു വണ്ടി അല്ലാത്ത പക്ഷം കാണുമ്പോൾ ബോഡി ബേസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ റീടച്ച് എന്തായാലും പഴയ വണ്ടി ആവുന്നതിൻ്റെ പേരിൽ അതെന്തായാലും കാണും. ടയേഴ്സൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് ബാക്കിൽ കിടപ്പുണ്ട്. ഫ്രണ്ടിൽ പുതിയ ടയറാണെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് ടയറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എത്ര ചോദ്യം എത്രയാ? ഇതാണെങ്കിൽ നമുക്ക് 1.30 കൊടുക്കാം. 1.30? അതെ. ലാസ്റ്റ് പ്രൈസ് ആണോ? ചെറിയ നെഗോസിയേഷൻ ഉണ്ട്. ചെറിയ തോതിൽ. ഇത് ഏത് വർഷമായിരുന്നു? 2011 LXi. 11. 2018 സെലേറിയോ VXi സിംഗിൾ ഓണർ, 39,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? ആ. കിലോമീറ്റർ ജെന്യൂൻ ആണോ? കിലോമീറ്റർ ജെന്യൂനാ. കമ്പനിയിൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. മാനുവലാണ്. ഫോർഡോ പവർ വിൻഡോ ഒക്കെ വരുന്ന മോഡലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓവറോൾ വണ്ടി കണ്ടിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാൽ അതിൻ്റെതായ ഭംഗി തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. കമ്പനി പെയിൻറ്റ് തന്നെയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. സെക്കൻഡ് മാറിയിട്ടേക്കുന്ന ടയറാണെന്നാണ് തോന്നുന്നത്. കൊള്ളാം, നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 3,60,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്യാം. 3,60,000. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. മൊത്തത്തിൽ ബോഡിയും പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് വണ്ടി കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. 2014 ഹോണ്ട സിറ്റി PX പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക്, സൺറൂഫ്, പുഷ് ബട്ടൺ എല്ലാം വരും. സിംഗിൾ ഓണർ വണ്ടിയാണ്. ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ്. 2014 ടോപ്പ് VX ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇതിന് മൈലേജ് എന്താണ്? മൈലേജ് നമ്മള് ഇത് എക്കോണമി മോഡൽ ഇട്ടാൽ ഈ പറഞ്ഞ ഒരു 14 മൈലേജ് കിട്ടും. 14 എക്കോണമി മോഡൽ ഇട്ടാൽ. വണ്ടിക്കൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ബാക്ക് അടിച്ചതിൻ്റെ ഒക്കെ വരുന്ന മോഡലാണ്. ഫുൾ വേരിയന്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വരുമല്ലോ. സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ നമ്മൾ ഫൈനല് 5,40,000 രൂപയ്ക്ക് കൊടുക്കാം. 5,40,000. അത് ഫൈനൽ പ്രൈസ് ആണോ? ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ മാറ്റങ്ങൾ. 2017 സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക്, 29,000 കിലോമീറ്റർ VXi. ഏത് വർഷമായിരുന്നു? 2017. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. കമ്പനിയിൽ നിന്ന് വന്ന 2016 ടയറാണ് എല്ലാം കിടക്കുന്ന. സ്റ്റെപ്പിനി എടുത്തിട്ടില്ല. അപ്പൊ അത് ഇനി ഉപയോഗിക്കാൻ കൊള്ളാവോ? ഉപയോഗിക്കാൻ കൊള്ളാവോ? ഇത്രയും നാളായിട്ട് കമ്പനിയിൽ വന്ന ടയറാണ് ഇപ്പൊ നിലവിൽ കിടക്കുന്ന. സ്റ്റെപ്പിനി ഉപയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ അപ്പൊ ടയർ മാറേണ്ടി വരുമായിരിക്കും. ഓക്കെ. ബാക്ക് ഒക്കെ കണ്ടാൽ നല്ല വൃത്തിയാണ്. അതേപോലെ ഡോർ പിടിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതേ. ഓക്കെ. എത്ര ചോദ്യം എത്രയാണ്? ഇതാണെങ്കിൽ 4,85,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്യാം. ഇത് ജെന്യൂൻ കിലോമീറ്റർ? ജെന്യൂൻ കിലോമീറ്റർ എന്ന് പറയാൻ കാര്യം ഈ കമ്പനി ടയറാണ് കിടക്കുന്നത്. ഫസ്റ്റ് ടയർ തന്നെ? ഫസ്റ്റ് ടയറാണ്. എത്ര നമുക്ക് ഇത് ഇറക്കാം? ഇത് 4,80,000 ഫൈനലിൽ കൊടുക്കും. വണ്ടി കൊള്ളാം. ഇത്രയും കുറച്ച് ഓടിയിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കുറച്ചെങ്കിലും ഒരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്. കൊള്ളാം, വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ഡോർ പാഡൊക്കെ തുറക്കുമ്പോൾ തന്നെ ആണെങ്കിലും അതിൻ്റെതായ ഒരു ടൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫീല് ചെയ്യുന്നുണ്ട്. 2018 WRV ഡീസല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ബാക്കിയുള്ള എല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. 55. വണ്ടിക്കകം കാണുമ്പോൾ അത്യാവശ്യം നല്ല പോഷ് വണ്ടിക്കകം കാണുന്ന ഒരു ഇതുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതിനകത്തൊക്കെ ഉള്ളത് തന്നെയല്ലേ? സ്റ്റീരിയോയും എല്ലാം ഉണ്ട്. ലാസ്റ്റ് നമുക്ക് 7,90 നമ്മൾ ഫൈനൽ കൊടുക്കാം. 7,90? അതെ.
ഇത് മൈലേജ് എന്താണ്? 24 മൈലേജ് കിട്ടും. ഡീസലാണ്. ഡീസലായിരുന്നു. അതെ അതെ. വണ്ടിക്ക് ആകെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് ഒക്കെ നോക്കിയാലും അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. പെയിന്റ് ഒന്നും പോയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് റീപെയിന്റ് കയറിയിട്ടുണ്ടോ? ഫ്രണ്ട് ബമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അല്ലാത്ത വർഷം വേറെയുള്ള പിന്നെ ഒറിജിനൽ പെയിന്റ് തന്നെ. ടയേഴ്സും കൊള്ളാം. ഓവറോൾ വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതെ. 2013 X3. ഇത് ഇപ്പൊ ഹരിയാന രജിസ്ട്രേഷനിൽ നിൽക്കുകയാണ്. 130 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ ജെനുവിനാണ്. അപ്പം ആ കിലോമീറ്റർ ജെനുവിനാ. അതർ സ്റ്റേറ്റ് അല്ലേ, അതുകൊണ്ടാ ചോദിച്ചേ. അതർ സ്റ്റേറ്റ് കൂടി ആയതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചേ. അല്ല, 130 ഓടിയിരിക്കുകയാണ്. അത് തന്നെ, അത് ഒറിജിനല്ലേ? അതെ അതെ അതെ. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ റീപ്ലേസ് ഒന്നുമില്ല. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ കേരള രജിസ്ട്രേഷനിൽ ചെയ്താണെങ്കിൽ 13 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം. ആക്കിയിട്ടില്ല, ചെയ്ത് കൊടുക്കാം. വണ്ടിയുടെ ഡോറൊക്കെ എന്ത് ടൈറ്റ്, അതിൻ്റെ ഒരു വെയിറ്റ് നമുക്കത് അറിയാറുണ്ട്. ബാക്കി വണ്ടികൾ തുറന്നിട്ട് ഇത് തുറക്കുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം അറിയാറുണ്ട്. വണ്ടി എന്തായാലും പൊളി സാധനം തന്നെ. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ ഇവിടെ ചെയ്ത് 13 രൂപ ചെയ്ത് കൊടുക്കാം. ഈ നമ്മളെ കേരള വണ്ടിയാകുമ്പോൾ കേരള ആക്കി കൊടുക്കാം. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 3 ലക്ഷം രൂപ അടച്ചാൽ ബാക്കി ഫിനാൻസ് ചെയ്യാം. 3 വേണം അല്ലേ? ഇത് മൈലേജ് എന്താണ്? ഇത് 11 മൈലേജ്. 11. 2013 എറ്റിയോസ് ലിവ ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 ടയർ. ഇന്റീരിയർ എല്ലാം 4 ടയർ മാറിയതാ. 4 ടയറും പുതിയ മാറിയതാ. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും പക്ക നീറ്റായിട്ട് ഇറങ്ങും. ഇത് ഡീസൽ പെട്രോൾ? ഡീസൽ. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് മാറി. വണ്ടിക്കകത്തൊക്കെ കാണാൻ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയേഴ്സ് പുത്തൻ പറഞ്ഞു. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടി തന്നെ. എത്ര ചോദ്യം? എത്രയാ? ഇതാണെങ്കിൽ നമുക്ക് 3,75,000 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ പോലും 3,75,000 പ്രതീക്ഷിക്കുന്നത്. 2022 ബലേനോ ആൽഫ ഓട്ടോമാറ്റിക് 28,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലേക്കുന്നു. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക നീറ്റ്, 360 ക്യാമറ എല്ലാം വരുന്നുണ്ട്. പുത്തൻ വണ്ടി. സീറ്റ് കവർ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടോപ്പ് വേരിയന്റ് അല്ലേ? എന്നിട്ട് 8,25,000 രൂപ. ഇത് ഫുൾ ഫിനാൻസും കിട്ടും. 1 രൂപയിലെങ്കിലും ഇറക്കാം. വണ്ടി നല്ല പുത്തൻ വണ്ടി. കിലോമീറ്റർ എത്രയായിരുന്നു? 28,000 കിലോമീറ്റർ. 28. പക്ഷെ വണ്ടിയുടെ ഒരു രീതി കണ്ടിട്ട് അത്രയും കിലോമീറ്റർ ഓടി പറയത്തില്ല. 2011 ഇപ്പൊ ടെസ്റ്റിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഓവറോൾ ആൾട്ടിസ് 190 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പിൽ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എന്താ ഓടി? കിലോമീറ്റർ 190 ഓടിയിട്ടുണ്ട്. 190. ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളോ? ഇത് കമ്പനിയിൽ തന്നെ എല്ലാം മാറിയിരിക്കുന്നത്. ടൊയോട്ടയിലെ കമ്പനി തന്നെയാണ് സർവീസ് എല്ലാം ഉണ്ടായത് ഈ വണ്ടിക്ക്. അതെ. അതുകൊണ്ട് 190 കിടക്കുന്നു കിലോമീറ്റർ. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് ആയാലും ഫ്രണ്ട് ആയാലും അതൊക്കെ വൃത്തി തന്നെയാണ്. ഈ പുട്ടി കയറിയിട്ടുണ്ടോ വണ്ടിയിൽ? ഇത് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ പെയിന്റ് ചെയ്ത വണ്ടിയാണ്. ഇപ്പൊ ടെസ്റ്റിന് റീപെയിന്റ് ചെയ്ത റീപെയിന്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദ്യം? 3 രൂപ. 2014 VXI എർട്ടിക 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് നമുക്ക് 4,40,000 രൂപയ്ക്ക് കൊടുക്കാം. 4,40,000 രൂപ ഫുൾ ഫിനാൻസും കിട്ടും. പെട്രോൾ വേരിയന്റ് അല്ലേ? പെട്രോൾ വേരിയന്റ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. വണ്ടി കാണാനേ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല.
ഫ്രണ്ട് ആയാലും ഡോർ പാഡൊക്കെ ആണെങ്കിലും അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ നമ്മൾ 4,40,000 രൂപയ്ക്ക് കൊടുക്കാം. ഫുൾ ഫിനാൻസും കിട്ടും. ഫുൾ ഫിനാൻസ്. ഓക്കെ, വണ്ടിക്ക് നല്ല നീറ്റായിട്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്, അതേപോലെ ടോപ്പൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. 7 സീറ്റ് വണ്ടി നോക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. ടയേഴ്സൊക്കെ മാറിയിട്ടേക്കാണോ? ആ, ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ, വണ്ടി ഓവർ കണ്ടീഷനാണ്, കാണുന്നതിനൊന്നും കുഴപ്പമില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? ഫ്രണ്ടും ബാക്കും ബമ്പർ ചെയ്തിട്ടുണ്ട്. ബമ്പറിൽ മാത്രം നമ്മളാണ് ചെയ്തത്. ആ, ഓക്കെ. 2018 പോളോ പെട്രോൾ വേരിയന്റ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ്. 4 പുതിയ ടയർ. എത്ര ഓടി? 90,000 കിലോമീറ്റർ. 90 തികച്ച്. ആ, ഇത് ഫുൾ ഫിനാൻസ് ആയിട്ട്. ഫുൾ ഫിനാൻസിൽ 3-4 വണ്ടി കിടപ്പുണ്ടല്ലേ? ഈ ആൻഡ്രോയിഡ് സ്റ്റോക്ക് ഇത് ഉള്ളതല്ലേ? അല്ലല്ല, രണ്ടാ ചെയ്തതാ. വണ്ടിക്കാകുണ്ട്. രണ്ട് പോളോയ്ക്ക് നല്ല കസ്റ്റമർ ഉള്ളതാ. റീപെയിന്റ് കയറിയിട്ടുണ്ടോ? റീപെയിന്റ് ചെയ്തിട്ടില്ല. ഇല്ല. ഇല്ല. ടയേഴ്സ് ഒക്കെ പുതിയ ടയേഴ്സ് അല്ലേ? പുതിയ ടയറാ. എത്ര ചോദിക്കുന്നത്? എത്രയാ? ഇതാണെങ്കിൽ 4,75,000 രൂപയ്ക്ക് ചെയ്യാം. ഇത് പെട്രോളാ ഡീസലാ? പെട്രോൾ. മൈലേജ് എന്താണ്? 18. അത്ര ഉണ്ടോ? ആ. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് ഇറക്കാം? ഇതിന് ഫുൾ ഫിനാൻസ് കിട്ടും. അപ്പൊ പൈസ വേണ്ട? വേണ്ട. ഓക്കെ. 18 മോഡൽ. ഇപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന ഒരാള് ഡീറ്റെയിൽസ് ആയിട്ട് എന്താ കൊണ്ടുവരണ്ടേ? ആധാർ, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ നമുക്ക് ലോഗിൻ ചെയ്ത് 3 ദിവസത്തിനകത്ത് വണ്ടി ഡെലിവറി കൊടുക്കും. ഇനി എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഒരുവിധപ്പെട്ട കടകളിലെല്ലാം ചോദിക്കുന്നതാണ്. ഓരോരുത്തരും ഓരോ കമന്റ്സ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയാനാണ്. ഇപ്പൊ ഒരു സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു വ്യക്തിക്ക് വണ്ടി എടുക്കണം. അപ്പൊ നിങ്ങൾ അവരുടെ എന്തായിരിക്കും പ്രൂഫ് വാങ്ങിക്കുന്നത്? അല്ല, നമുക്കിപ്പം ഒരു 10-28 ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പം ഈ വാടക ചീട്ടോ അല്ലെങ്കിൽ റെന്റ് എഗ്രിമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാലറിയുടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ പറ്റും. അങ്ങനെ ചെയ്തു തരുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ ഒരു ബാങ്കിനെ വേറൊരു ബാങ്കിലോട്ട് കൊടുത്ത് നമ്മൾ ഫിനാൻസ് മാക്സിമം നമ്മൾ കൂടി പോകുന്നില്ലല്ലോ. സെയിം റേഞ്ചാണ് വരുന്നത്. പിന്നെ സിവിൽ ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിൽ ശ്രീറാമിന് ചെയ്തു തരാം. അതാകുമ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണ്. സിവിൽ ഇഷ്യൂസ് ഉള്ളവർക്ക്. ശ്രീറാം അല്ലാതെ ബാക്കി ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. 2018 വാഗണർ VXI ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ്, 29,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടി. ഫുൾ കമ്പനി സർവീസ് വണ്ടികളാണോ കിടക്കുന്നത്? അതെ. അതാണ് പറഞ്ഞത്, ആദ്യം ഹൈ ക്വാളിറ്റി വണ്ടി എടുക്കുള്ളൂന്നില്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇതിലൊരു 80 രൂപയോ 75 രൂപയോ പറയുന്ന ഒരു 800 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? അതെ. കണ്ടില്ല, ഞാൻ ഇതുവരെയും കണ്ടില്ല. അല്ല, ഈ എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. ഞാൻ സ്വിഫ്റ്റുമായിട്ട് എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് അത് ഓൾറെഡി നമ്മൾ. ഇത് എത്ര ചോദിക്കുന്നത്? എത്ര? ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് 4,40,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 4,40,000. വില കുറച്ച് തന്നെയാണ് പറയുന്നത്? ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. 2009 മാരുതി 800. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. നല്ല ടയേഴ്സ് ആണ് കിടക്കുന്നത്. കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 88,000 കിലോമീറ്റർ. ജെന്യൂനാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം കേട്ടോ. അതൊരു വൃത്തിമനയൊക്കെ ഉണ്ട് കാണാൻ. സാധാരണ വണ്ടികളെ അപേക്ഷിച്ച് ഇത്രയും പഴക്കമുള്ള വണ്ടി, ഗ്യാസും കൂടെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്ക് മൈലേജ് നല്ല ടയേഴ്സ് കിട്ടും. വേറെ വലിയ പെയിന്റിങ് വർക്കുകളായിട്ട് കാണുന്നില്ല. ചെറിയ പൊട്ട് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം. ടയേഴ്സൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയുള്ള ടയേഴ്സ്. 75 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 75. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടേക്കുന്ന ഒരു വണ്ടിയാണ്. ആ രീതിയിൽ കാണുമ്പോൾ വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. നൈസൊക്കെ കിടക്കുന്നൊരു വണ്ടി. ഇപ്പോൾ ഡോർ പാഡൊക്കെ മാത്രമല്ല, ഇവിടെ ഇച്ചിരി പെയിൻറ്റിൻ്റെ വർക്കുകളുണ്ട്. അല്ലാതെ വേറൊന്നും ഞാൻ കാണുന്നില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. ഈ ഭാഗങ്ങളൊന്നും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ആ രീതിയിൽ വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 75,000 രൂപ അല്ലേ? ലാസ്റ്റ് പ്രൈസ് ആണോ? കുറയോ? കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും കുറയും?
അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റി, വേണമെങ്കിൽ ഹെവി ക്വാളിറ്റി എന്നൊക്കെ പറയാം. ആ രീതിയിൽ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു ഓൾട്ടോ പറഞ്ഞാൽ പോലും അത് കാണുന്നതിന് വേറെ മെക്കാനിക്കൽ സൈഡൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണുന്നതിനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. ഈവൻ എല്ലാ വണ്ടിയും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിലയിലും നിങ്ങൾ വിചാരിക്കുന്ന വിലയിലും ഒക്കെ ഉള്ള നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.